ഹലോ സ്റ്റുഡൻസ്, നമുക്ക് ഈ വീഡിയോയിൽ ഒരു പ്രോഗ്രാം ഡിസ്കസ് ചെയ്യാം. സിമ്പിളായിട്ടുള്ള പ്രോഗ്രാമാണ്. അറേ ഉപയോഗിച്ച് ഒരു അറേയിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന ലാർജസ്റ്റ് എലമെൻറ്റ് ഏതെന്ന് കണ്ടെത്തണം. ഒരു അറേയിൽ സെറ്റ് ഓഫ് നമ്പേഴ്സ് സ്റ്റോർ ചെയ്തിരിക്കും. ആ സ്റ്റോർ ചെയ്തിരിക്കുന്ന നമ്പേഴ്സിൽ ഏറ്റവും ലാർജസ്റ്റ് എലമെൻറ്റ് ഏതാണോ, ലാർജസ്റ്റ് നമ്പർ ഏതാണോ അത് ഡിസ്പ്ലേ ചെയ്യണം. അതിന് വേണ്ടിയുള്ള ഒരു പ്രോഗ്രാമാണ്. ഇതിൻ്റെ സാമ്പിൾ ഔട്ട്പുട്ടാണ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുള്ളത്. നോക്കുക. ആദ്യം എൻ്റെ ടോട്ടൽ നമ്പർ ഓഫ് എലമെൻറ്റ്സ് എന്ന് ചോദിക്കും. എത്ര എലമെൻറ്റ്സ് ആ അറേയിലോട്ട് സ്റ്റോർ ചെയ്യണം എന്ന് ചോദിക്കും. അപ്പോൾ അതാണ് എൻ്റെ ടോട്ടൽ നമ്പർ ഓഫ് എലമെൻറ്റ്സ് എന്ന് കൊടുത്തിരിക്കുന്നത്. ഇവിടെ 1 to 100 എന്ന് ഞാനിവിടെ ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ ഒരു അറേയിലോട്ടാണ് ഈ എൻട്രി ചെയ്ത് കൊടുക്കുന്ന നമ്പേഴ്സ് നമ്മൾ സ്റ്റോർ ചെയ്യാൻ പോകുന്നത്. ആ അറേയാണ് ഞാനിവിടെ ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്. ഞാനിവിടെ ഫ്ലോട്ട് എന്ന ഡാറ്റ ടൈപ്പിലാണ് അറേ ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്. അതായത് ഡെസിമൽ പോയിൻറ്റ്സ് ഉള്ള നമ്പേഴ്സും നമുക്ക് ഈ അറേയിൽ സ്റ്റോർ ചെയ്യാൻ സാധിക്കും. അതുകൊണ്ടാണ് ഇൻറ്റീജർ നമ്പേഴ്സ് മാത്രമല്ലാതെ ഡെസിമൽ പോയിൻറ്റ്സ് ഉള്ള നമ്പേഴ്സും ഞാനിവിടെ എൻ്റർ ചെയ്ത് കൊടുത്തത്. അപ്പം ആ ഡെസിമൽ പോയിൻറ്റ്സ് ഉള്ള നമ്പേഴ്സും സ്റ്റോർ ചെയ്യാൻ ഉള്ള രീതിയിൽ ഫ്ലോട്ട് എന്ന ഡാറ്റ ടൈപ്പിലാണ് നം എന്ന് പറയുന്ന ഒരു അറേ ഞാൻ ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്. അതിൻ്റെ മാക്സിമം സൈസ് 100 ആയിട്ടാണ് ഞാൻ ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്. ഈ മാക്സിമം സൈസ് 100 ആണ് എങ്കിലും എപ്പോഴും 100 എലമെൻറ്റ്സ് തന്നെ അതിൽ സ്റ്റോർ ചെയ്യും എന്ന് നിർബന്ധമില്ല. എത്ര എലമെൻറ്റ്സ് ഉണ്ട് എന്ന് നമ്മൾ ആദ്യം ചോദിക്കും. അപ്പോൾ അത്രയും എലമെൻറ്റ്സ് മാത്രമേ ഈ അറേയിലേക്ക് സ്റ്റോർ ചെയ്യത്തുള്ളൂ. അപ്പോൾ മാക്സിമം 100 എലമെൻറ്റ്സ് വരെ നമുക്ക് എൻ്റർ ചെയ്യാൻ സാധിക്കും. അതുകൊണ്ടാണ് ഞാനിവിടെ ബ്രാക്കറ്റിൽ 1 to 100 എന്ന് കൊടുത്തത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ മാക്സിമം സൈസ് ഞാനിവിടെ 100 ആയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് 100 നമ്പേഴ്സ്, 100 ഡെസിമൽ പോയിൻറ്റ്സ് ഉള്ള നമ്പേഴ്സ് നമുക്കിവിടെ സ്റ്റോർ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഞാനിവിടെ ഇങ്ങനെ എൻ്റെ ടോട്ടൽ നമ്പർ ഓഫ് എലമെൻറ്റ്സ് എന്ന് ചോദിക്കുന്നു. അപ്പോൾ ആ സമയത്ത് ഞാൻ സാമ്പിളായിട്ട് 4 എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു. അതായത് ആ അറേയിൽ 4 എലമെൻറ്റ്സ് ആണ് സ്റ്റോർ ചെയ്യാനായിട്ട് പോകുന്നത്. ആ 4 എലമെൻറ്റ്സിലെ ബിഗസ്റ്റ് നമ്പർ ഏതാണ് എന്ന ഔട്ട്പുട്ടാണ് കിട്ടേണ്ടത്. അപ്പോൾ ഇവിടെ 4 എന്ന് എൻ്റർ ചെയ്യുമ്പോൾ ആദ്യം എൻ്റെ നമ്പർ 1 എന്ന് ചോദിക്കുന്നു. ഞാനൊരു നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു. എൻ്റർ കീ പ്രസ് ചെയ്യുമ്പോഴേക്കും അടുത്ത എൻ്റെ നമ്പർ 2 എന്ന് ചോദിക്കുന്നു. വീണ്ടും അടുത്ത ഒരു നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുന്നു. അങ്ങനെ 4 നമ്പർ, ഞാനിവിടെ 4 ആണ് കൊടുത്തത്. അതുകൊണ്ട് എൻ്റെ നമ്പർ 4 എന്ന് വരെ ചോദിക്കുന്നു. ആ സമയത്ത് എൻ്റർ ചെയ്ത് കൊടുക്കുമ്പോൾ 4ാമത്തെ നമ്പർ എൻ്റർ ചെയ്ത് കൊടുത്ത് എൻ്റർ കീ പ്രസ് ചെയ്യുമ്പോഴേക്കും അടുത്ത ഔട്ട്പുട്ട് ഇവിടെ ഡിസ്പ്ലേ ചെയ്യും. ലാർജസ്റ്റ് എലമെൻറ്റ് ഈസ് എന്നും പറഞ്ഞ് ലാർജസ്റ്റ് വാല്യൂ ഏതാണോ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുത്ത ലാർജസ്റ്റ് നമ്പർ ഏതാണോ അത് ഇവിടെ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കും. അപ്പം ഇതിവിടെ 43.478 എന്നാണ് ടൈപ്പ് ചെയ്ത് കൊടുത്തത്. അത് റൗണ്ട് ഓഫ് ചെയ്ത് 43.48 എന്ന ഔട്ട്പുട്ടാണ് നമുക്കിവിടെ കിട്ടുന്നത്. അപ്പോൾ ഇതാണ് പ്രോഗ്രാം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ അതിൻ്റെ പ്രോഗ്രാം നമുക്കിപ്പം എക്സ്പ്ലെയിൻ ചെയ്യാം. ആക്ച്വലി ഈ 2 സ്ലൈഡിലായിട്ടാണ് ഞാൻ പ്രോഗ്രാം കാണിക്കുന്നത്. ഈ സ്ലൈഡിലുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് സത്യത്തിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം വളരെ സിമ്പിളായിട്ടുള്ള പ്രോഗ്രാമാണ്. നമ്മൾ മുന്നേ ഡിസ്കസ് ചെയ്ത പ്രോഗ്രാംസിലൊക്കെ വന്നതുപോലെയുള്ള സിമിലറായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് തന്നെയാണ് ഇവിടെയും വന്നിരിക്കുന്നത്. ഇവിടെ നോക്കുക, ഞാൻ ഐ എന്നും എൻ എന്നും പറഞ്ഞ് 2 ഇൻറ്റീജർ വേരിയബിൾസ് ഡിക്ലെയർ ചെയ്യുന്നുണ്ട്. ഐ എന്ന് പറയുന്നത് ഫോർ ലൂപ്പിൻ്റെ അകത്ത് ഉപയോഗിക്കാൻ വേണ്ടിയുള്ള വേരിയബിളാണ്. അത് എനിക്ക് വേണമെങ്കിൽ ഇവിടെയും ഡിക്ലെയർ ചെയ്യാം. ഇവിടെ ഇൻറ്റ് ഐ ഈക്വൽ ടു 0 എന്ന് വേണമെങ്കിൽ കൊടുക്കാമായിരുന്നു. അല്ലെങ്കിൽ ഇവിടെ ഏറ്റവും മുകളിൽ തന്നെ ആദ്യമേ തന്നെ ഐ എന്ന് പറയുന്ന വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്നു. എങ്ങനെ വേണോ ഡിക്ലെയർ ചെയ്യാം. എവിടെയാണോ ഒരു വേരിയബിൾ യൂസ് ചെയ്യുന്നത് ആ യൂസ് ചെയ്യുന്നതിന് തൊട്ട് മുന്നേ ഡിക്ലെയർ ചെയ്താലും മതി. നമ്മുടെ C++ൽ അങ്ങനെ മതി. അതുകൊണ്ട് തന്നെ ഇവിടെ ഇൻറ്റ് ഐ എന്ന് പറഞ്ഞ് ഈക്വൽ ടു 0 എന്ന് വേണമെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് എഴുതാമായിരുന്നു. അതല്ലാതെ നമുക്ക് മുകളിൽ ഏറ്റവും ആദ്യം തന്നെ ആ വേരിയബിൾ ഡിക്ലെയർ ചെയ്യുകയും ആവാം. ഞാനിവിടെ ആദ്യമേ തന്നെ ഐ എന്ന് പറയുന്ന വേരിയബിൾ ഡിക്ലെയർ ചെയ്തു. അതിൻ്റെ കൂടെ എൻ എന്ന് പറയുന്ന ഇൻറ്റീജർ വേരിയബിളും ഡിക്ലെയർ ചെയ്തു. നമ്മൾ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്ന ആ വാല്യൂ അത് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയാണ് എൻ എന്ന് പറയുന്ന വേരിയബിൾ ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കുന്ന നമ്പേഴ്സ് സ്റ്റോർ ചെയ്യാനുള്ള അറേക്ക് നം എന്ന് പറയുന്ന ഒരു പേരാണ് ഞാൻ സെറ്റ് ചെയ്തത്. അതിൻ്റെ മാക്സിമം സൈസ് 100 ആയിട്ടും സെറ്റ് ചെയ്തു. പിന്നെ ബിഗ് എന്ന് പറയുന്ന ഒരു ഫ്ലോട്ട് ഡാറ്റ ടൈപ്പിലുള്ള വേരിയബിളും കൂടി ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. ഇത് അറേ അല്ല, വേരിയബിളാണ്. ലാർജസ്റ്റ് എലമെൻറ്റ് ഏതാണോ അത് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയുള്ള വേരിയബിളാണ് ബിഗ് എന്ന് പറയുന്ന വേരിയബിൾ. അപ്പം അറേയും വേരിയബിൾസും എല്ലാം ഡിക്ലെയർ ചെയ്തു. ഇനി ആദ്യം ഈ ഒരു മെസ്സേജാണ് ഔട്ട്പുട്ട് സ്ക്രീനിൽ വരേണ്ടത്. അതിന് COUT എന്ന സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിച്ച് എൻ്റെ ടോട്ടൽ നമ്പർ ഓഫ് എലമെൻറ്റ്സ് എന്ന് കൊടുത്ത് ഈ ഒരു ഡിസ്ക്രിപ്ഷൻ തന്നെ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്തു. അപ്പോൾ ഇത് എക്സിക്യൂട്ട് ചെയ്യുമ്പം ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ആയിരിക്കും വരുന്നത്. ആ സമയത്ത് നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കുന്ന ആ വാല്യൂവിനെ n എന്ന് പറയുന്ന വേരിയബിളിലോട്ട് സ്റ്റോർ ചെയ്യാനായിട്ട് CIN എന്ന സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനിയാണ് നമുക്ക് ഈ ഓരോ നമ്പേഴ്സ് എത്ര നമ്പറാണ് ഏത് ഇൻറ്റീജർ നമ്പറാണോ ഞാനിവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്തത് അത്രയും നമ്പേഴ്സ് ഇവിടെ റിപ്പീറ്റ് ചെയ്ത് ആസ്ക് ചെയ്യണം. അപ്പോൾ ആ സമയത്ത് ചോദിക്കുമ്പോൾ എൻ്റർ ചെയ്ത് കൊടുക്കുന്ന വാല്യൂസ് കറസ്പോണ്ടിങ് ആയിട്ട് ഓരോ അറേ എലമെൻ്റ് ആയിട്ട് സ്റ്റോർ ചെയ്യുകയും വേണം. ആ അറേ എലമെൻറ്റ് സ്റ്റോർ ചെയ്യുന്ന ഇൻഡെക്സ് നമ്പേഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്ന 0-ലായിരിക്കും. ഇവിടെ ഇപ്പം ഞാൻ 4 എന്നാണ് കൊടുത്തത്. അങ്ങനെയാണെങ്കിൽ അറേ നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കുന്ന നമ്പേഴ്സ് സ്റ്റോർ ചെയ്യുന്ന ഇൻഡെക്സ് പൊസിഷൻസ് ഏതൊക്കെയെന്ന് പറഞ്ഞാൽ 0, 1, 2, 3. അപ്പോൾ 4 എലമെൻറ്റ്സ് ആയല്ലോ. 0, 1, 2, 3 അങ്ങനെ 4 എലമെൻറ്റ്സ് 4 ഇൻഡെക്സ് പൊസിഷനിലോട്ടാണ് നമ്മൾ ഈ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്ന വാല്യൂസ് സ്റ്റോർ ചെയ്യുന്നത്.
അപ്പോൾ അതിന് വേണ്ടിയുള്ള ഫോർ ലൂപ്പാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇതും സ്റ്റാൻഡേർഡായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഫോർ ലൂപ്പ് തന്നെയാണ്. അറേ എലമെൻറ്റ്സ് സ്റ്റോർ ചെയ്യാനും അല്ലെങ്കിൽ ഡിസ്പ്ലേ ചെയ്യാനും ഒക്കെ ഉപയോഗിക്കുന്ന ആ സെയിം ഫോർ ലൂപ്പിൻ്റെ മെയിൻ സ്റ്റേറ്റ്മെൻറ്റാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. i=0 എന്ന് കൊടുത്തു, i<n എന്ന് കൊടുത്തു, ++i എന്നും കൊടുത്തു. ഇത് നമ്മൾ നോർമലായിട്ട് യൂസ് ചെയ്യുന്ന സ്റ്റേറ്റ്മെൻറ്റ് തന്നെയാണ്. ഇവിടെ n എന്ന് കൊടുത്തത് ഐയുടെ വാല്യൂ ഈ കേസിലാണെങ്കിൽ ഞാനിവിടെ 4 എന്നാണ് എൻ്റർ ചെയ്ത് കൊടുത്തത്. അപ്പോൾ എന്നിൻ്റെ വാല്യൂ 4 ആയിരിക്കും. അതായത് ഐയുടെ വാല്യൂ എപ്പോഴും <4 ആണെങ്കിൽ മാത്രമേ ഈ ഫോർ ലൂപ്പിൻ്റെ അകത്തുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് എക്സിക്യൂട്ട് ചെയ്യാവൂ. ഇവിടെ ഐയുടെ വാല്യൂ <4 എന്ന് പറഞ്ഞാൽ ഐയുടെ വാല്യൂ ഏതൊക്കെ വരാം? 0, 1, 2, 3 അങ്ങനെ ഈ 4 വാല്യൂസാണ് ഐയുടെ വാല്യൂസ് ആയിട്ട് വരുന്നത്. എപ്പോഴാണോ ഐയുടെ വാല്യൂ ഈക്വൽ ടു എന്നോ അല്ലെങ്കിൽ ഗ്രേറ്റർ ദാൻ എന്നോ ആവുന്നോ ആ സമയത്ത് ഈ അവിടെ വെച്ച് ഈ ഫോർ ലൂപ്പ് ടെർമിനേറ്റ് ആവണം. അപ്പോൾ എപ്പോഴാണോ ഐയുടെ വാല്യൂ 4 ആകുന്നത് അവിടെ വെച്ച് ഫോർ ലൂപ്പ് സ്റ്റോപ്പ് ചെയ്യും. അപ്പോൾ ഐയുടെ വാല്യൂ 0, 1, 2, 3 ഈ 4 എലമെൻറ്റ്സ് വരുമ്പോൾ മാത്രമേ ഈ 4 വാല്യൂസ് വരുമ്പോൾ മാത്രമേ ഈ ഫോർ ലൂപ്പിൻ്റെ അകത്തുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് എക്സിക്യൂട്ട് ചെയ്യുകയുള്ളൂ. ഇത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എന്തായാലും ഐയുടെ വാല്യൂ 0 ആയിരിക്കും. നമ്മളുടെ ഐയുടെ വാല്യൂ 0 ആയിട്ട് ഇനിഷ്യലൈസ് ചെയ്യുന്നു. എന്നിട്ട് ഇവിടെ കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നു. ഇവിടെ എന്നിൻ്റെ വാല്യൂ 4 ആണ്. അപ്പോൾ അതുകൊണ്ട് ഈ ഔട്ട്പുട്ട് ട്രൂ ആവും. ട്രൂ ആകുമ്പോൾ ആദ്യം Cout എന്ന ഈ സ്റ്റേറ്റ്മെൻറ്റ് ആയിരിക്കും എക്സിക്യൂട്ട് ചെയ്യുന്നത്. ഇവിടെ ഈ സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിരിക്കുന്ന എൻ്റർ നമ്പർ എന്നുള്ളതവിടെ ഡിസ്പ്ലേ ചെയ്തിട്ട് ബാക്കി വരുന്ന i+1 എന്നൊരു ഇക്വേഷനാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത് എക്സിക്യൂട്ട് ചെയ്തിട്ട് ആ കിട്ടുന്ന വാല്യൂ എന്താണോ അതായിരിക്കും ഇവിടെ ഡിസ്പ്ലേ ചെയ്യുന്നത്. എൻ്റെ നമ്പർ എന്ന് കഴിഞ്ഞിട്ട് സ്പേസും കഴിഞ്ഞിട്ട് ഡിസ്പ്ലേ ചെയ്യുന്ന ഈ സ്പേസും ഇവിടെ ഉണ്ട്. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ ഡബിൾ കോഡ്സ് ഇട്ടിട്ടുള്ളത്. അതുകൊണ്ട് ആ സ്പേസും കഴിഞ്ഞ് അടുത്ത നമ്പർ 1 എന്ന് ഇവിടെ ഡിസ്പ്ലേ ചെയ്യും. ആക്ച്വലി ഐയുടെ വാല്യൂ എന്ന് പറയുന്നത് 0 ആയിരുന്നു. പക്ഷേ നമുക്കിവിടെ 0 എന്ന് ഡിസ്പ്ലേ ചെയ്യാൻ പാടില്ല. എൻ്റെ നമ്പർ 0 എന്ന് പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്യാൻ പാടില്ലല്ലോ. എൻ്റെ നമ്പർ 1 എന്ന് പറഞ്ഞ് വേണം സ്റ്റാർട്ട് ചെയ്യാൻ. അതുകൊണ്ട് തന്നെ രണ്ടാമത്തെ നമ്പർ ഇപ്പോൾ ഇൻഡെക്സ് പൊസിഷൻ 1 എന്ന് എനിക്ക് വരുന്നത്. അപ്പോൾ രണ്ടാമത്തെ നമ്പറായിട്ട് എൻ്റെ നമ്പർ 1 എന്ന് നമുക്കിവിടെ ടൈപ്പ് ചെയ്യാൻ ഒക്കത്തില്ല. എൻ്റെ നമ്പർ 2 എന്ന് വേണം നമുക്കിവിടെ വരേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയാണ് നമ്മൾ i+1 എന്ന സംഭവം കൊടുത്തിട്ടുള്ളത്. എപ്പോഴാണ് ഇൻഡെക്സ് നമ്പറിൻ്റെ കൂടെ 1 എന്ന യൂണിറ്റ് ആഡ് ചെയ്തിട്ടുള്ള അത് വേണം ഡിസ്പ്ലേ ചെയ്ത് കാണിക്കാൻ. എന്നാലേ ഇവിടെ കറക്റ്റ് ആവുള്ളൂ. യൂസറിന് മനസ്സിലാവുന്ന രീതിയിൽ അത് വരത്തുള്ളൂ. അപ്പോൾ ഇവിടെ എൻ്റെ നമ്പർ 1 എന്ന് ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയാണ് i+1 എന്ന് കൊടുത്തത്. ഇവിടെ ഐയുടെ വാല്യൂ 0 ആയിരിക്കും. അപ്പോൾ ആദ്യത്തെ നമ്പർ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് i+1 അതായത് 0+1 1 എന്നായിരിക്കും ഇവിടെ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുന്നത്. എന്നിട്ട് ഈ ഡബിൾ കോഡ്സിൻ്റെ അകത്ത് ഇതും കൂടെ കൊടുത്തിട്ടുണ്ട്, ഈ കോളനും കൂടെ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ കോളനും പിന്നെ ഇവിടെ ഈ സ്പേസും വന്നിരിക്കുന്നത്. അപ്പോൾ എന്നിട്ട് നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കുന്ന വാല്യൂ എന്താണോ അത് ഈ നം എന്ന് പറയുന്ന അറയിൽ i എന്ന് പറയുന്ന ഇൻഡെക്സ് പൊസിഷനിലോട്ടായിരിക്കും സ്റ്റോർ ചെയ്യുന്നത്. ഇവിടെ ഐയുടെ വാല്യൂ 0 ആണ് വരുന്നത്. അപ്പോൾ അതായത് ഈ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഈ എൻ്റർ ചെയ്ത് കൊടുക്കുന്ന നമ്പർ 0 എന്ന് പറയുന്ന ഇൻഡെക്സ് പൊസിഷനിലോട്ടായിരിക്കും സ്റ്റോർ ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് ഐയുടെ വാല്യൂ ഇൻക്രിമെൻറ്റ് ചെയ്യുന്നു. ഐയുടെ വാല്യൂ 0 നിന്ന് 1 ആവുന്നു. പിന്നെയും കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നു. ഇവിടെ എന്നിൻ്റെ വാല്യൂ 4 ആയതുകൊണ്ട് ഈ സമയത്തും ഐയുടെ വാല്യൂ ഇപ്പം 1 ആവുന്നുള്ളൂ. അപ്പം വീണ്ടും കണ്ടീഷൻ ട്രൂ ആവുന്നു. ഈ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യുന്നു. അങ്ങനെ രണ്ടാമത്തെ തവണ എക്സിക്യൂട്ട് ചെയ്യുമ്പോഴാണ് ഇവിടെ എൻ്റെ നമ്പർ 2 എന്ന് പറയുന്നത്. കാരണം ഇവിടെ ആ സമയത്ത് ഐയുടെ വാല്യൂ 1 ആവും. അപ്പോൾ 1+1 2 എന്നായിരിക്കും ഇവിടെ ഡിസ്പ്ലേ ചെയ്യുന്നത്. അങ്ങനെ ഐയുടെ വാല്യൂ 2ഉം വരും, 3ഉം വരും. അപ്പോൾ ഐയുടെ വാല്യൂ 3 വരുമ്പോഴാണ് ഇവിടെ എൻ്റെ നമ്പർ 4 എന്ന് ഡിസ്പ്ലേ ചെയ്യുന്നതും നമ്മൾ ഈ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്ന വാല്യൂ ഇൻഡെക്സ് പൊസിഷൻ 3 നം എന്ന് പറയുന്ന അറിയിൽ ഇൻഡെക്സ് പൊസിഷൻ 3 സ്റ്റോർ ചെയ്ത് കൊടുക്കുന്നത്. അതിനുശേഷം വീണ്ടും ഐയുടെ വാല്യൂ ഇൻക്രിമെൻറ്റ് ചെയ്ത് 4 ആക്കുന്നു. എന്നിട്ട് ഇവിടെ കണ്ടീഷൻ ചെക്ക് ചെയ്യുമ്പോഴേക്കും കണ്ടീഷൻ ഔട്ട്പുട്ട് ഫാൾസ് ആവും. കാരണം എന്നിൻ്റെ വാല്യൂ 4 ആണ്. എപ്പോഴും ഐയുടെ വാല്യൂ എന്നിൻ്റെക്കാളും കുറവായിരിക്കണം. അപ്പോൾ ഇവിടെ n വന്നു. അതായത് ഐയുടെ വാല്യൂ 4 ആവുന്നതുകൊണ്ട് ഈ കണ്ടീഷൻ്റെ ഔട്ട്പുട്ട് ഫാൾസ് ആവുന്നു. ഈ ഫോർ ലൂപ്പ് ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യുന്നു. അപ്പോൾ ഇത്രയും സംഭവം ആക്ച്വലി നമ്മൾ മുന്നേ ഡിസ്കസ് ചെയ്ത പ്രോഗ്രാംസിലെല്ലാം ഉള്ള സെയിം സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആണെന്ന് പറയാം. അപ്പോൾ ഇത് കൂടുതൽ മനസ്സിലാക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഈ പ്രോഗ്രാമിൽ മെയിൻലി പഠിക്കാനുള്ള അല്ലെങ്കിൽ മനസ്സിലാക്കേണ്ട ലോജിക്ക് മനസ്സിലാക്കേണ്ട സ്റ്റേറ്റ്മെൻറ്റ്സ് ഇതൊക്കെയാണ്. ഇവിടെ ഞാൻ എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ആദ്യം എൻ്റർ ചെയ്ത് കൊടുക്കുന്ന നമ്പറിനെ ബിഗ് എന്ന് പറയുന്ന വേരിയബിളിലോട്ടങ്ങ് സ്റ്റോർ ചെയ്യുന്നു. അതായത് ആദ്യം എൻ്റർ ചെയ്ത് കൊടുത്ത നമ്പറിനെ അതാണ് ഏറ്റവും വലിയ നമ്പർ എന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് അസ്യൂം ചെയ്യുന്നു. അപ്പോൾ അതിനുള്ള സ്റ്റേറ്റ്മെൻറ്റാണ് ആദ്യം കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം സ്റ്റോർ ചെയ്ത നമ്പർ എന്ന് പറഞ്ഞാൽ നമ്പർ എന്ന് പറയുന്ന അറയിൽ 0 എന്ന ഇൻഡെക്സ് പൊസിഷനിലോട്ടാണ് ഈ നമ്പർ സ്റ്റോർ ചെയ്തത്. അതിനെ ബിഗ് എന്ന് പറയുന്ന വേരിയബിളിലോട്ടങ്ങ് സ്റ്റോർ ചെയ്യുന്നത്. അതിനങ്ങ് കോപ്പി ചെയ്യുന്നു. ഇനി ചെയ്യുന്നത് എന്തെന്ന് വെച്ചാൽ ഈ ബിഗ് എന്ന് പറയുന്ന നമ്പർ ഇവിടെ 34.56 ആണ് ബിഗ് എന്ന് പറയുന്ന വേരിയബിളിലോട്ട് സ്റ്റോർ ചെയ്യുന്നത്. ആ നമ്പരും അടുത്ത നമ്പരുമായിട്ട് ഞാൻ കമ്പയർ ചെയ്യും. എന്നിട്ട് ബിഗ് എന്ന് പറയുന്ന വേരിയബിളിൽ സ്റ്റോർ ചെയ്യുന്ന വാല്യൂ ആണോ വലുത് അതോ ഈ എൻ്റർ ചെയ്ത് അതായത് രണ്ടാമത്തെ നമ്പർ ഇൻഡെക്സ് പൊസിഷൻ 1 നമ്പർ അതാണോ വലുത് എന്ന് കമ്പയർ ചെയ്യും. ബിഗ് എന്ന് പറയുന്ന വേരിയബിളിലുള്ള നമ്പർ തന്നെയാണ് വലുത് എങ്കിൽ ഒന്നും ചെയ്യേണ്ട, കുഴപ്പമില്ല. ഇവിടെ ഇപ്പോൾ നോക്കുക, ഇവിടെ 34 ആണ് ബിഗ് എന്ന് പറയുന്ന വേരിയബിൾ സ്റ്റോർ ചെയ്യുന്നത്. അടുത്ത നമ്പർ എന്ന് പറഞ്ഞാൽ 37 ആണ്. അപ്പോൾ അതിനേക്കാളും വലുതാണ്. അപ്പോൾ ഇവിടെ ചെയ്യുന്നത് എന്തെന്ന് വെച്ചാൽ ഇവിടെ തമ്മിൽ കമ്പയർ ചെയ്യുമ്പം ബിഗ് എന്ന് പറയുന്ന വേരിയബിളിലുള്ള നമ്പറാണ് വലുത് എങ്കിൽ ഒന്നും ചെയ്യേണ്ടെന്ന് പറഞ്ഞു. ഇവിടെ പക്ഷേ അങ്ങനെയല്ല, ഈ നമ്പറാണ് വലുത്. അപ്പം ചെയ്യേണ്ടത് എന്തെന്ന് വെച്ചാൽ അതിൻ്റെ അകത്ത്
ഇവിടെ 37 എന്ന നമ്പർ അതിനെ നമ്മൾ ബിഗ് എന്ന് പറയുന്ന വേരിയബിളിലോട്ട് അങ്ങ് അസൈൻ ചെയ്യുന്നു. അപ്പോൾ എപ്പോഴാണോ ബിഗ് എന്ന് പറയുന്ന ആ വേരിയബിൾ സ്റ്റോർ ചെയ്തിരിക്കുന്ന വാല്യൂവും അടുത്ത നമ്പറുള്ള വാല്യൂവും തമ്മിൽ കമ്പയർ ചെയ്യുന്ന ആ സമയത്ത് ഈ അടുത്ത നമ്പറാണ് വലുത് എങ്കിൽ ബിഗ് എന്ന് പറയുന്ന വേരിയബിളിലോട്ട് ആ നമ്പർ അങ്ങ് സ്റ്റോർ ചെയ്യുന്നു. ഇതിൻ്റെ ലോജിക്ക് എന്തെന്ന് വെച്ചാൽ, നമ്മൾ ആദ്യം എൻട്രി ചെയ്ത് കൊടുക്കുന്ന നമ്പറിനെ ബിഗ് എന്ന് പറയുന്ന വേരിയബിളിലോട്ട് സ്റ്റോർ ചെയ്യുന്നു. അപ്പോൾ ആദ്യം എൻട്രി ചെയ്ത് കൊടുത്ത നമ്പർ 0 എന്ന് പറയുന്ന ഇൻഡെക്സ് പൊസിഷനിലോട്ടാണ് സ്റ്റോർ ചെയ്യുന്നത്. നം എന്ന് പറയുന്ന അറയിൽ 0 എന്ന് പറയുന്ന ഇൻഡെക്സ് പൊസിഷനിലോട്ടാണ് സ്റ്റോർ ചെയ്യുന്നത്. ആ പൊസിഷനിൽ സ്റ്റോർ ചെയ്യുന്ന വാല്യൂ എന്താണോ അതിനെ ബിഗ് എന്ന് പറയുന്ന വേരിയബിളിലോട്ട് സ്റ്റോർ ചെയ്യുന്നു. അതായത് നമ്മളുടെ ലോജിക്ക് എന്താണെന്ന് വെച്ചാൽ, ആദ്യം എൻട്രി ചെയ്ത് കൊടുക്കുന്ന നമ്പറാണ് ഏറ്റവും വലിയ നമ്പർ എന്ന് നമ്മൾ ഒന്ന് കൺസിഡർ ചെയ്യുന്നു. സാമ്പിളായിട്ട് ഏറ്റവും ആദ്യം എൻട്രി ചെയ്ത് കൊടുത്ത നമ്പറിനെ ഏറ്റവും വലിയ നമ്പറായിട്ട് കൺസിഡർ ചെയ്യുന്നു. അപ്പോൾ അതിനു വേണ്ടിയാണ് ആ നമ്പറിനെ ബിഗ് എന്ന് പറയുന്ന വേരിയബിളിലോട്ട് സ്റ്റോർ ചെയ്തത്. എന്നിട്ട് ആ ബിഗ് എന്ന് പറയുന്ന വേരിയബിളിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന വാല്യൂവും അടുത്ത നമ്പറുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യും. അടുത്ത നമ്പറുമായിട്ട് കമ്പയർ ചെയ്തിട്ട് ബിഗ് എന്ന് പറയുന്ന വേരിയബിൾ സ്റ്റോർ ചെയ്യുന്ന വാല്യൂ തന്നെയാണ് വലുത് എങ്കിൽ നമ്മൾ വേറെ ചേഞ്ചസ് ഒന്നും വരുത്തത്തില്ല. അതേസമയം അടുത്ത നമ്പർ എന്ന് പറയുന്ന ആ രണ്ടാമത്തെ നമ്പർ ആണ് വലുത് എങ്കിൽ ആ നമ്പറിനെ രണ്ടാമത്തെ നമ്പർ എന്ന് പറയുന്ന ആ നമ്പറിനെ ബിഗ് എന്ന് പറയുന്ന വേരിയബിളിലോട്ടങ്ങ് സ്റ്റോർ ചെയ്യുന്നു. അതായത് നേരത്തെ സ്റ്റോർ ചെയ്തിരിക്കുന്ന ആ നമ്പറിനെ ഓവർ റൈറ്റ് ചെയ്ത് ഇപ്പോഴത്തെ പുതിയ നമ്പറിനെ ബിഗ് എന്ന് പറയുന്ന വേരിയബിളിലോട്ട് സ്റ്റോർ ചെയ്യുന്നു. എന്നിട്ട് ആ ബിഗ് എന്ന് പറയുന്ന വേരിയബിൾ സ്റ്റോർ ചെയ്യുന്ന നമ്പറും അടുത്ത നമ്പറുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുന്നു. അപ്പോൾ ഇവിടെ ഇപ്പോൾ നോക്കുക, ആദ്യം 34 എന്ന നമ്പറാണ്, 34.56 എന്ന നമ്പറാണ്, അതിനെ ബിഗ് എന്ന് പറയുന്ന വേരിയബിളിലോട്ട് സ്റ്റോർ ചെയ്യുന്നു. അതായത് അതാണ് ഏറ്റവും വലിയ നമ്പർ എന്ന് നമ്മൾ കൺസിഡർ ചെയ്യുന്നു. എന്നിട്ട് ആ ബിഗ് എന്ന് പറയുന്ന വേരിയബിളും അടുത്ത നമ്പറുമായിട്ട്, ഇവിടെ അടുത്ത നമ്പർ എന്ന് ഉദ്ദേശിക്കുന്ന 37 ആണ്, അതുമായിട്ട് തമ്മിൽ കമ്പയർ ചെയ്യുന്നു. അപ്പോൾ ഇവിടെ 37 ആണ് വലുതെന്ന് പറയുന്നത്. അപ്പോൾ 37 ആണ് വലുതെങ്കിൽ ഈ നമ്പറിനെ ബിഗ് എന്ന് പറയുന്ന വേരിയബിളിലോട്ട് അങ്ങ് റൈറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ ബിഗ് എന്ന് പറയുന്ന വേരിയബിൾ സ്റ്റോർ ചെയ്യുന്ന വാല്യൂ 34.56 ആണ്, അതിൻ്റെ ഓവർ റൈറ്റ് ചെയ്ത് 37 എന്ന നമ്പർ സ്റ്റോർ ചെയ്യുന്നു. എന്നിട്ട് ഈ ബിഗ് എന്ന് പറയുന്ന വേരിയബിളിനെ അടുത്ത നമ്പറുമായിട്ട് കമ്പയർ ചെയ്യുന്നു. ഇവിടെ അടുത്ത നമ്പർ എന്ന് പറയുന്നത് 23.11 ആണ്. അപ്പോൾ ഇതും ബിഗ് എന്ന് പറയുന്ന വേരിയബിളിലുള്ള നമ്പറും കൂടെ കമ്പയർ ചെയ്യുമ്പോൾ ബിഗ് എന്ന് പറയുന്ന വേരിയബിൾ തന്നെയാണ് വലുത്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ പിന്നെ ചേഞ്ചസ് ഒന്നും വരുത്തുന്നില്ല. ഇനി അടുത്ത നമ്പറുമായിട്ട് കമ്പയർ ചെയ്യുക. ബിഗ് എന്ന് പറയുന്ന നമ്പറും അടുത്ത നെക്സ്റ്റ് നമ്പറുമായിട്ട് കമ്പയർ ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് നമ്പർ എന്ന് പറഞ്ഞാൽ 43.478 ആണ്. അപ്പോൾ അതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ആക്ച്വലി ഈ 43.478 ആണ് വലിയ നമ്പർ. അപ്പോൾ ചെയ്യുന്നത് എന്തെന്ന് വെച്ചാൽ, ആ ബിഗ് എന്ന് പറയുന്ന വേരിയബിളിലോട്ട് ഈ നമ്പറിനെ അങ്ങ് സ്റ്റോർ ചെയ്യുന്നു. അപ്പോൾ എപ്പോഴാണ് ഈ നെക്സ്റ്റ് നമ്പർ വലുതായിട്ട് വരുന്ന ആ നമ്പറിനെ ആയിരിക്കും ബിഗ് എന്ന് പറയുന്ന വേരിയബിളിലോട്ട് സ്റ്റോർ ചെയ്യുന്നത്. അങ്ങനെ വരുന്നില്ല എങ്കിൽ, ബിഗ് എന്ന് പറയുന്ന വേരിയബിളുള്ള നമ്പറാണ് വലുത് എങ്കിൽ പിന്നെ ഒന്ന് ഓവർ റൈറ്റ് ചെയ്യുന്നില്ല, അതിനെ അങ്ങനെ തന്നെ വെച്ചിരിക്കും. എന്നിട്ട് അടുത്ത നമ്പറിലോട്ട് പോകും. അപ്പോൾ അങ്ങനെ കമ്പയർ ചെയ്ത് ഏറ്റവും അവസാനത്തെ നമ്പർ എത്തുമ്പോഴേക്കും അതവിടെ സ്റ്റോപ്പ് ചെയ്യും. ഇവിടെ ഏറ്റവും അവസാന നമ്പർ എന്ന് പറഞ്ഞാൽ ഈ നാലാമത്തെ നമ്പർ, ഇവിടെ 43.478 ആയിരുന്നു അവസാനത്തെ നമ്പർ. അപ്പോൾ അവസാന നമ്പർ എത്തിക്കഴിഞ്ഞാൽ അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യുന്നു. എന്നിട്ട് ബിഗ് എന്ന് പറയുന്ന വേരിയബിളിൽ സ്റ്റോർ ചെയ്യുന്ന വാല്യൂ എന്താണോ അതിവിടെ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതിനുവേണ്ടി ലാർജസ്റ്റ് എലമെൻറ്റ് ഈസ് എന്ന് പറഞ്ഞ് ഇവിടെ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുന്നു. അപ്പോൾ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കാനുള്ള സ്റ്റേറ്റ്മെൻറ്റാണ് ഈ കൊടുത്തിരിക്കുന്നത്. ലാർജസ്റ്റ് നമ്പർ ഈസ് എന്ന് പറഞ്ഞിട്ട് ബിഗ് എന്ന് പറയുന്ന വേരിയബിൾ സ്റ്റോർ ചെയ്യുന്ന വാല്യൂ അങ്ങ് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുന്നു. അപ്പോൾ അതിൻ്റെ ലോജിക്ക് വരുന്നത് ഇത്രയും സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് ആക്ച്വലി നമുക്ക് പുതിയതായിട്ട് പഠിക്കാനുള്ളത് ഈ ഒരു പ്രോഗ്രാമിൽ. ബാക്കിയുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് എല്ലാം മുമ്പ് ഡിസ്കസ് ചെയ്ത പ്രോഗ്രാമിലുള്ള സംഭവങ്ങൾ തന്നെയാണ്. ഈ പ്രോഗ്രാമിൽ നമ്മൾ ആക്ച്വലി പുതിയതായിട്ട് പഠിക്കേണ്ടത് ഈ 4 സ്റ്റേറ്റ്മെൻറ്റ്സിൻ്റെ ലോജിക്ക് മാത്രമാണ്. ഇവിടെ ആദ്യം ബിഗ് എന്ന് പറയുന്ന വേരിയബിളിലോട്ട് num0 ആദ്യത്തെ ഇൻഡെക്സ് പൊസിഷനിലുള്ള നമ്പർ നമ്മൾ സ്റ്റോർ ചെയ്യുന്നു. എന്നിട്ടാണ് ഈ ഫോർ ലൂപ്പ് എഴുതുന്നത്. ഫോർ ലൂപ്പിൽ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഈ ബിഗ് എന്ന് പറയുന്ന വേരിയബിളും ഈ num_i, അതായത് അടുത്ത ഓരോ നമ്പേഴ്സ് i റെപ്രസെൻറ്റ് ചെയ്യുന്ന ഇൻഡെക്സ് പൊസിഷനാണ്. അപ്പോൾ ആ അടുത്ത നമ്പറുമായിട്ട് തമ്മിൽ കമ്പയർ ചെയ്യുന്നു. അപ്പോൾ ഇവിടെ കമ്പയർ ചെയ്യുമ്പോൾ ഈ ഒരു കണ്ടീഷൻ വെച്ചിട്ടാണ് num_i ഗ്രേറ്റർ ദാൻ ബിഗ് എന്നുള്ള കണ്ടീഷനാണ് കൊടുത്തിട്ടുള്ളത്. എപ്പോഴാണോ ഈ അടുത്ത നമ്പർ എന്ന് പറഞ്ഞാൽ ഈ നമ്പർ വലുതാവുന്നത്, അങ്ങനെയാണെങ്കിൽ ബിഗ് എന്ന് പറയുന്ന വേരിയബിളിലോട്ട് ആ നമ്പറിനെ അങ്ങ് സ്റ്റോർ ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയുള്ള കണ്ടീഷനാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇവിടെ കണ്ടീഷൻ ട്രൂ ആവുക എന്ന് വെച്ചാൽ ഈ നമ്പറാണ് വലുത് എന്നാണ്. അപ്പോൾ ഈ നമ്പറാണ് വലുത് എങ്കിൽ ബിഗ് എന്ന് പറയുന്ന വേരിയബിളിലോട്ട് ആ നമ്പർ സ്റ്റോർ ചെയ്യണം. അപ്പോൾ ഇതിൻ്റെ കണ്ടീഷൻ ഔട്ട്പുട്ട് ട്രൂ ആവുകയാണെങ്കിൽ മാത്രമേ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യുകയുള്ളൂ. സപ്പോസ് ഇത് തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ ബിഗ് എന്ന് പറയുന്ന വേരിയബിളിലുള്ള നമ്പർ തന്നെയാണ് വലുത് എങ്കിൽ ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യും. പിന്നെ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യത്തില്ല. കാരണം ഈ ഇഫ് സ്റ്റേറ്റ്മെൻറ്റ് ഔട്ട്പുട്ട് ട്രൂ ആയിട്ട് വരുന്നില്ല, ഫാൾസ് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഈ ഇഫ് സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്തിട്ട് ഈ കണ്ടീഷൻ്റെ ഔട്ട്പുട്ട് ഫാൾസ് ആണ് എങ്കിൽ അത് നേരെ i എന്ന് പറയുന്ന ആ വേരിയബിളിനെ ഇൻക്രിമെൻറ്റ് ചെയ്യുന്ന സ്റ്റേറ്റ്മെൻറ്റിലോട്ടായിരിക്കും പോകുന്നത്. ഈ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യത്തില്ല. അതേസമയം ഈ കണ്ടീഷൻ ഔട്ട്പുട്ട് ട്രൂ ആണ് എങ്കിൽ ഈ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്തിട്ടായിരിക്കും i എന്ന് പറയുന്ന വേരിയബിളിലോട്ട് പോകുന്നത്. അപ്പോൾ ഈ ഐയുടെ പറയുന്ന വേരിയബിളിലോട്ട് പോയി i എന്ന് പറയുന്ന ഈ സ്റ്റേറ്റ്മെൻറ്റിലോട്ട് പോയി i ഇൻക്രിമെൻറ്റ് ചെയ്യുന്നു. എന്നിട്ട് വീണ്ടും കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ 4 തവണയാണ് കമ്പയർ ചെയ്യേണ്ടത്. ഇൻഡെക്സ് പൊസിഷൻ 0, 1, 2, 3 എന്നീ ഇൻഡെക്സ് പൊസിഷനിലാണ് നമ്മൾ കമ്പയർ ചെയ്യേണ്ടത്.
അപ്പോൾ ഇവിടെ നമുക്ക് ആദ്യത്തെ നമ്പർ തമ്മിൽ കമ്പയർ ചെയ്യേണ്ട, കാരണം ആദ്യത്തെ നമ്പറിനെ ബിഗ് എന്ന് പറയുന്ന വേരിയബിളിലോട്ട് സ്റ്റോർ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ആ നമ്പറിനെ പിന്നെ ആ നമ്പറുമായിട്ട് തന്നെ കമ്പയർ ചെയ്യേണ്ട, അടുത്ത നമ്പറുമായിട്ട് കമ്പയർ ചെയ്താൽ മതി. അതുകൊണ്ട് തന്നെ ഇവിടെ i = 0 എന്നല്ല ഇനിഷ്യലൈസ് ചെയ്യുന്ന, i = 1 എന്നാണ്. കാരണം i = 0 ഇൻഡെക്സ് പൊസിഷൻ നമ്പറിനെ നമ്മൾ ബിഗിലോട്ട് സ്റ്റോർ ചെയ്ത് കഴിഞ്ഞു. പിന്നെ ഈ നമ്പറിനെ ഈ നമ്പറുമായിട്ട് കമ്പയർ ചെയ്യേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് i എന്ന് പറയുന്ന വേരിയബിൾ 1-ലായിരിക്കും സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ അതായത് 37-ലായിരിക്കും സ്റ്റോർ ചെയ്യുന്നത്, സ്റ്റാർട്ട് ചെയ്യുന്നത് 37-ലായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ i = 1 എന്ന് കൊടുക്കുന്നു. i ലെസ് ദാൻ n, i എന്ന് പറയുന്ന വേരിയബിളിൻ്റെ വാല്യൂ എപ്പോഴും ലെസ് ദാൻ n ആയിരിക്കണം. അതായത് മാക്സിമം അതിൻ്റെ വാല്യൂ, i എന്ന് പറയുന്ന വേരിയബിളിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഇൻഡെക്സ് പൊസിഷനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 0, 1, 2, 3 വരാൻ പാടുള്ളൂ. ഈ കേസിൽ ഐയുടെ വാല്യൂ 1-ലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം ഇവിടെ 1, 2, 3 ഈ 3 വാല്യൂസേ വരാൻ പാടുള്ളൂ. കാരണം ഇവിടെ മൊത്തം 4 വാല്യൂസേ ഉള്ളൂ. ആദ്യത്തെ വാല്യൂവിനെ ബിഗ് എന്ന് പറയുന്ന വേരിയബിളോട് സ്റ്റോർ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ബാക്കി 3 വാല്യൂസേ വരാൻ പാടുള്ളൂ. അപ്പോൾ അതിനുള്ള രീതിയിലാണ് ഇവിടെ കണ്ടീഷനും കൊടുക്കുന്നത്. അപ്പോൾ ഈ കണ്ടീഷൻ ട്രൂ ആകുമ്പോൾ മാത്രമേ ഈ ഇഫ് സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യുന്നുള്ളൂ. ഇതിൻ്റെ അകത്തുള്ള കണ്ടീഷൻ ട്രൂ ആകുമ്പോൾ മാത്രമേ ഈ ബിഗ് എന്ന് പറയുന്ന ആ വേരിയബിളിലോട്ട് നമ്പർ എന്ന് പറയുന്ന വേരിയബിളിനെ നമ്മൾ സ്റ്റോർ ചെയ്യുന്നുള്ളൂ. അങ്ങനെ ഓവർ റൈറ്റ് ചെയ്ത് ഏറ്റവും അവസാനം എത്തപ്പോഴേക്കും ഈ ബിഗ് എന്ന് പറയുന്ന വേരിയബിൾ സ്റ്റോർ ചെയ്യുന്ന വാല്യൂ എന്ന് പറഞ്ഞാൽ ഏറ്റവും ബിഗർ വാല്യൂ ഏതാണോ അതായിരിക്കും ബിഗ് എന്ന് പറയുന്ന വേരിയബിൾ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത്. എന്നിട്ട് അതിനെ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതാണ് പ്രോഗ്രാം എന്ന് പറയുന്നത്. ഇതിൽ നമ്മൾ ആക്ച്വലി പഠിക്കാനുള്ളത് ഈ 4 സ്റ്റേറ്റ്മെൻറ്റ്സിൻ്റെ ലോജിക്ക് മാത്രമേ ഈ പ്രോഗ്രാമിൽ ആക്ച്വലി പഠിക്കേണ്ടതായിട്ടുള്ളൂ. അപ്പോൾ ഈ പ്രോഗ്രാം മനസ്സിലാക്കുക, ബാക്കി നിങ്ങൾ രീതിക്കനുസരിച്ച് എഴുതുക. അപ്പോൾ ഈ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. താങ്ക് യു.